അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് കഴിഞ്ഞ് ഒക്കെ പുറത്തു വന്ന ഉടനെ ബേബി സഖാവ് കെ.വി. നാരായണസ്വാമിയുടെ ഒരു കച്ചേരി കേൾക്കാൻ പോയ ഒരു കഥ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ പൊതുവേ കലാതൽപരരാണ്. ഇപ്പോൾ KPSC നാടകങ്ങൾ, വിപ്ലവ കഥാപ്രസംഗങ്ങൾ, വിപ്ലവ നാടകങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി കർണാട്ടിക് മ്യൂസിക്, ഹിന്ദുസ്ഥാനി മ്യൂസിക്, കഥകളി സംഗീതം, ഇതിലൊക്കെയാണ് ബേബി സഖാവിൻ്റെ ഒരു താല്പര്യം. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് കുറച്ച് ശിക്ഷണം ആവശ്യമുണ്ട്. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റില്ല. നമുക്ക് കാണാം, കേൾക്കാം എന്നതിനപ്പുറത്തേക്ക് ആസ്വദിക്കാൻ പറ്റുമായിരുന്നില്ല. ബേബി സഖാവിനാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയൊരു പശ്ചാത്തലവും സംഗീതം കലയുമായിട്ടും അറിവില്ല. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? അവസാനം പറഞ്ഞത് പ്രസ്താവനയായിട്ട് ശരിയല്ല. എൻ്റെ അപ്പച്ചൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. പുള്ളി അന്നത്തെ കാലത്ത് BA LT എന്നാണ് പറയുക. ഈ B.Edന് പകരം LT എന്ന് പറയുന്ന ഒരു ലാറ്റിൻ എക്സ്പാൻഷനാണ്. അതിവിടെ പ്രസക്തമല്ല. പുള്ളിക്കാരൻ എങ്ങനെയോ ഇതിൽ സംഗീതത്തിലും ക്ലാസിക്കൽ കലകളിലുമൊക്കെ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ മാസം കിട്ടുന്ന ശമ്പളം ആ മാസം തന്നെ ചിലവാക്കി തീർക്കണം, ഒന്നും സമ്പാദിക്കരുത്, കുടുംബത്തിൽ നിന്ന് സ്വത്തൊന്നും എടുക്കില്ല, അതിനോട് പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് പുള്ളി പാട്ട് കേൾക്കാൻ വേണ്ടി ഒരു റേഡിയോ പോലും വാങ്ങിയിട്ടില്ല. അയലത്ത് വീട്ടിൽ നമുക്ക് പാട്ട് കേൾക്കാനുള്ള റേഡിയോ അയലത്ത് വീട്ടിലുണ്ട്, അവിടെ പോയി കേൾക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയലത്ത് വീട്ടിൽ പോകുമ്പോൾ എന്നെയും പിടിച്ചിട്ടുണ്ട്. ഞാൻ കൊച്ചുകുട്ടിയാണ്, ഒന്നും അറിയാത്ത. ഇപ്പോഴത്തെ എൻ്റെ പേരക്കുട്ടിയുടെ പ്രായത്തിലാണ്. അപ്പോൾ അപ്പച്ചൻ പിടിക്കുമ്പോൾ ഏറ്റവും ഇളയ മോനെന്നുള്ളത് ഞാൻ പോകും. അപ്പോൾ പുള്ളി ഇരുന്ന് ചെമ്പയുടെയും ചെമ്പാങ്കുടി ദേശീയ സംഗീത പരിപാടി, അങ്ങനെ ഞാൻ മനസ്സിലായി, എല്ലാ ശനിയാഴ്ചയും രാത്രി നാഷണൽ പ്രോഗ്രാം ഓഫ് മ്യൂസിക് ഉണ്ട്. അത് കേൾക്കാൻ പോകുമ്പം ഞാൻ ഏറ്റവും ഇളയ കുട്ടി ആയിരുന്നില്ലെങ്കിൽ എനിക്ക് ഈ വാസന ഉണ്ടാകുമായിരുന്നില്ല. കാര്യം ഇളയ കുട്ടിയും കൂട്ടിയിട്ടാണ് അപ്പച്ചൻ പോകുന്നത്. അങ്ങനെ ഞാനറിയാതെ അപ്പച്ചൻ്റെ സംഗീത താല്പര്യം എൻ്റെ ചെവിയിൽ നിക്ഷേപിക്കപ്പെട്ടു. അത് ആണ് വലുതായപ്പം. ഈ KVൻ്റെ കച്ചേരി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു മഹത്തായ അനർഹമായൊരു സൗഹൃദത്തിൻ്റെ ആരംഭമാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ഈ ഇടയ്ക്ക് അതിനുശേഷം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കൊല്ലത്ത് ചേട്ടൻ്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇവിടെ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രം, കൊല്ലത്ത് നിന്ന് അഞ്ചാലുമൂട് വഴി പോകുമ്പോൾ ഉള്ളതാണ് മഹാദേവ ക്ഷേത്രം, KV നാരായണസ്വാമി വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടേ ഉള്ളൂ അടുത്ത ദിവസങ്ങളിൽ, നമുക്ക് കേൾക്കാൻ പോവാം. പോവാം. അങ്ങനെ ചേട്ടൻ്റെ കൂടെയാണ് കച്ചേരി കേൾക്കാൻ പോകുന്നത്. ആ കച്ചേരി എനിക്ക് മറക്കാൻ കഴിയില്ല. പക്ഷേ കച്ചേരി കേൾക്കുന്നതോടൊപ്പം ഞാൻ മൃദംഗവായന, ഇതെന്തൊരു വിസ്മയകരമായ മൃദംഗവായനയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് അടുത്തിരുന്ന ഒരാളിനോട് ഞാൻ ചോദിച്ചു, മൃദംഗം വായിക്കുന്ന ആളുടെ പേരെന്താ? അത് ശിവരാമൻ സാറാണ്, ഉമയാളൂർ ശിവരാമൻ. വയലിൻ വായിച്ച ആളിനെ എനിക്ക് ഓർമ്മയുണ്ട്, പാലക്കാടുകാരന്, വടക്കാഞ്ചേരി പിന്നെ VV സുബ്രഹ്മണ്യം എന്നറിയപ്പെടുന്ന വയലിനിസ്റ്റ്. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ഉമയാൾപുരത്തിന് ഈ കഴിഞ്ഞ ഡിസംബർ 17-ന് 89 വയസ്സ് കഴിഞ്ഞ് 90-ാം വയസ്സിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവരുടെ ഗുരു ആരാണെന്ന് എനിക്കറിയണം. ഉമയാൾപുരം സാറിൻ്റെ ഗുരു അത് പാലക്കാട് മണിയരല്ലേ. അത്രയും അറിവായി. അതിനുശേഷം ഉമയാൾപുരം മൃദംഗം വായിക്കാനുണ്ടെങ്കിൽ ആ കച്ചേരിക്കാണ് ഞാൻ പോവുക. പാടുന്ന ആൾ പ്രധാനമാണ്. ഇത് KVനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. KV നാരായണസ്വാമി നമ്മുടെ വളരെ അടുത്ത സുഹൃത്തായി, സുഹൃത്ത്.